جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين صدق الله العلي العظيم. ഈ മഹത്തായ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാനപ്പെട്ട സയ്യിദുന ഖുറത്തുസ് സാദാത്ത് മഹാനവറുകളുടെ മകൻ ബഹുമാനപ്പെട്ട സയ്യിദ് മസ്ഊദ് തങ്ങൾ, അതുപോലെ മറ്റ് നേതാക്കൾ, ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ബെൽത്തങ്കടി താലൂക്ക് മദനീസ് അസോസിയേഷൻ ഇതിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന തങ്ങൾ ഉസ്താദിൻ്റെ അനുസ്മരണ പരിപാടിയും അതുപോലെ ഫിഖ്ഹ് സെമിനാർ തങ്ങൾ ഉസ്താദ് ഇന്ന് രാവിലെ 9:30 ഈ മഹത്തായ പരിപാടിയിൽ ഖത്മുൽ ഖുർആൻ തുടങ്ങുകയും ഇൻഷാ അല്ലാഹ് പിന്നീട് തഹ്ലീലും ദുആവും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങളെല്ലാവരെയും നെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. ഖുറത്തുസ് സാദാത്ത് തങ്ങൾ ഉസ്താദവറുകൾ നമ്മുടെ ബെൽത്തങ്കടി താലൂക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബന്ധം സ്ഥാപിക്കുകയും ഖലാഇൻ്റെ മഹല്ലുകളും അല്ലാത്ത മഹല്ലുകളൊക്കെ വളരെയേറെ സമാധാനിപ്പിക്കുന്ന ആശ്വാസം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചത്. അള്ളാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. തങ്ങൾ ഉസ്താദിൻ്റെ മദ്ഹികൾ ഇവിടെ പ്രത്യേകം പറയേണ്ട ആവശ്യം ഇല്ല. ഈ കാണുന്ന നേതാക്കന്മാരും പണ്ഡിതന്മാരുടെയും അധികം ആളുകളുടെ വീട്ടിൽ തങ്ങൾ ഉസ്താദ് കയറിയിട്ടുണ്ടാകും. ഈ ഇരുന്ന ആളുകളുടെ കുടുംബങ്ങളും അല്ലാത്തവരും തങ്ങൾ ഉസ്താദിൻ്റെ ഒരു കുപ്പി വെള്ളം ഇന്നും എല്ലാ വീട്ടിൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓപ്പറേഷൻ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ വരെ അത് വേണ്ട. ഏതുവരെ എന്ന് വെച്ചാൽ ICUവിലേക്ക് കയറ്റുന്ന രോഗികളെ വരെ തങ്ങൾ ഉസ്താദിനെ വിളിച്ചപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത ആയിരക്കണക്കായ സംഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. മൊത്തത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിൻ്റെ വിയോഗം അത് വല്ലാത്ത നഷ്ടം തന്നെയാണ്.
ഏതായാലും ആ മഹാനവറുകളുടെ ജീവിതത്തിൽ അവറുകളിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കാനുള്ളത്, ഏത് പ്രസംഗത്തിലും മരണത്തെക്കുറിച്ച് ഓർക്കുന്ന പ്രസംഗം, നാവിനെ സൂക്ഷിക്കണമെന്ന് പ്രത്യേകം ഊന്നിപ്പറയുന്ന പ്രസംഗം, ഫിത്നയും ഫസാദും ഉണ്ടാക്കല്ല, അതുമായി കുടുംബം നശിച്ചു പോകും, വീടും നാടും ഒക്കെ നശിഞ്ഞു പോകും എന്ന് പറയുന്ന പ്രസംഗം. ഒരാൾക്കും തങ്ങൾ ഉസ്താദിനെ കുറിച്ച് അപസ്വരം പറയാനില്ലാത്ത പ്രസംഗങ്ങളാണ് ഞങ്ങൾ ഇതുവരെയും കേട്ടത്. ബഹുമാനപ്പെട്ട ഖുറത്തുസ് സാദാത്ത് ജീവിതത്തിൽ ധാരാളം ഖുർആൻ ഓതുകയും പഠിക്കുന്ന കാലം മുതൽ തന്നെ സബക്ക് കഴിഞ്ഞാൽ പള്ളിൻ്റെ ഒരു മൂലക്കിരുന്ന് ഖുർആൻ ഓതും. ഇപ്പോൾ ഞങ്ങളൊക്കെ ഒഴിവ് കിട്ടിയാൽ കൂടുതൽ മൊബൈലാണ് നോക്കാറുള്ളത്. ബഹുമാനപ്പെട്ട ഖുറത്തുസ് സാദാത്ത് അങ്ങനെയല്ല. ഒഴിവ് കിട്ടാൻ വേണ്ടി കാത്തുനിന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മതി ഖുർആൻ ഓതണം എന്ന് ചിന്തിക്കുന്ന വലിയ ഒരു മഹാമുത്തായിരുന്നു ബഹുമാനപ്പെട്ട ഖുറത്തുസ് സാദാത്ത്. അവിടുത്തെ മഖബറയുടെ സമീപം ഇന്ന് പോയാൽ കാണാം ഒരുപാട് മുതഅല്ലിമുകൾ. നമ്മുടെ ബെൽത്തങ്കടി താലൂക്കിലെ നായിബ് ഖാലിയായി ഇതുവരെയും ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങൾ ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സാദാത്ത് തങ്ങൾ ഉസ്താദ് ഖുറത്തുസ് സാദാത്തിൻ്റെ വഫാത്തിൻ്റെ പിറ്റേ ദിവസം ഉംറ യാത്ര പോകുമ്പോൾ എന്നോട് ഏൽപ്പിച്ച് പോയതാണ് ദക്ഷിണ കന്നഡ ജില്ലയിലെ എല്ലാ മുതഅല്ലിമുകൾ. അവിടുത്തെ മഖബറയുടെ സമീപം ഖുർആൻ ഓതണം. ഇന്നും ഓതിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം 2 ദിവസം 3 ദിവസം അങ്ങനെ മുതഅല്ലിമീങ്ങളുടെ എണ്ണം അനുസരിച്ച് അവിടെ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുന്നു. അത് 40 ദിവസമോ 50 ദിവസമോ 60 ദിവസമോ നീണ്ടു നിൽക്കുന്ന ഓത്താണ്. സാദാത്ത് തങ്ങൾ പറഞ്ഞു, എനിക്ക് ഇപ്പോൾ മൂപ്പർക്ക് കൊടുക്കാനുള്ള സമർപ്പിക്കാനുള്ള ഒരു വലിയ ഹദിയ അത് മാത്രമാണ്. അതുകൊണ്ട് അതിൻ്റെ എല്ലാ ചെലവും കാര്യങ്ങളും ഞാൻ ഏറ്റു. അവിടെ മുതഅല്ലിമീങ്ങൾ ഓതിക്കൊള്ളട്ടെ, അവിടെ ഖുർആൻ ഇങ്ങനെ തുടർന്ന് അവിടെ പാരായണം ചെയ്യട്ടെ. കാരണം മൂപ്പരുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണ് അത് ഞാൻ തിരഞ്ഞെടുത്തു, ഞാൻ ചെയ്തു, ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇന്നവിടെ എല്ലാം നമ്മുടെ ബെൽത്തങ്കടി താലൂക്കിലെയും അല്ലാത്ത സുല്യഭാഗത്തും ദക്ഷിണ കന്നഡ ജില്ലയുടെ മൊത്തം മുതഅല്ലിമുകൾ അവിടെ ഓരോ ദർസിൻ്റെ മുതഅല്ലിമുകൾ 2-3 ദിവസമായി ഇന്നും അവിടെ ഓതിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാ പ്രതിഫലം, അതിൻ്റെ മിഥില സവാബ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിൻ്റെ ദറജ ഉയരാൻ അള്ളാഹു അത് കാരണമാക്കി കൊടുക്കട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിൻ്റെ ഓമനപുത്രൻ മസ്ഊദ് തങ്ങൾ ഇന്നൊരുപാട് പരിപാടിയുണ്ട്. ഇപ്പോൾ നേരെ ഉള്ളാളത്ത് പോകണം, അത് കഴിഞ്ഞ് മുടിപ്പ് പോകണം, ബോളിയാർ പോകണം, പേരമുകര അങ്ങനെ തുടർന്ന പരിപാടികളാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഖുറത്തുസ് സാദാത്ത് പോകുന്ന സ്ഥലങ്ങളൊക്കെയും എന്തായാലും പോകണം. അതിലുപരി ഇപ്പോൾ കിട്ടുന്ന ചില പുതിയ പുതിയ പരിപാടികളും അനുസ്മരണ പരിപാടികളും ദുആ മജ്ലിസുകളും അതൊക്കെ പോകാതെ നിർവാഹം ഇല്ല. അള്ളാഹു തങ്ങൾ ഉസ്താദിൻ്റെ യാത്രയിൽ ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു യാത്ര ചുരുക്കി കൊടുക്കട്ടെ. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും ദീനി ദഅവത്തിന് വേണ്ടി അള്ളാഹു ധാരാളം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ഈ സമയത്ത് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന് ഈ മദനീസ് ബെൽത്തങ്കടി താലൂക്ക് അസോസിയേഷൻ്റെ വകയിലായി എല്ലാവിധ സ്വാഗതങ്ങളെ ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ താലൂക്കിലെ ഒരു പ്രഗത്ഭ നേതാവും കൂടിയായ ബഹുമാനപ്പെട്ട ബദറുദ്ദീൻ തങ്ങൾ അൽ ഹാദി നമ്മുടെ വേദിയിലുണ്ട്, സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട കേന്ദ്ര മദനീസിൻ്റെ വലിയ പ്രവർത്തകനായ ബഹുമാനപ്പെട്ട PS ഉസ്താദ് നമ്മുടെ വേദിയിലുണ്ട്, സ്വാഗതം ആശംസിക്കുന്നു. മദനീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ബഹുമാനപ്പെട്ട ഷരീഫ് മദനി പൂഞ്ചൽഘട്ട പെരുവായി നമ്മുടെ മജ്ലിസുണ്ട്, സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ കേന്ദ്ര സമിതിയുടെ മെമ്പർ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മദനി നമ്മുടെ വേദിയിലുണ്ട്, സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ SYS ഈസ്റ്റ് ജില്ലയുടെ
ദഅ്വ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് സഖാഫി നമ്മുടെ വേദിയിലുണ്ട്, സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ബെൽത്തങ്കടി താലൂക്ക് മദനീസ് അസോസിയേഷൻ ഇതിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട കലന്തർ മദനി ഉസ്താദ് വേദിയിലുണ്ട്, സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ അബ്ബാസ് ബട്ട്ലടുക്ക ഉപ്പിനങ്കടി KMJ ഇതിൻ്റെ അധ്യക്ഷനും കൂടിയാണ്. മുൻകാല ഒരുപാട് പ്രവർത്തക മേഖലയിൽ പ്രവർത്തിച്ച ആളും കൂടിയാണ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, സ്വാഗതം ആശംസിക്കുകയാണ്. ഉസ്മാൻ ഹാജി അളക്കെ കുപ്പെട്ടി പ്രസിഡന്റ് ഈ പള്ളിയുടെ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇവിടെ ഏത് സുന്നി പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ജമിയത്തുൽ ഉലമയുടേതാവട്ടെ, SMEയുടേതാവട്ടെ, SSF, SYS, KMJ ഏത് പരിപാടിയാണെങ്കിലും ഇവിടെ പൂർണ്ണമായും തുറന്ന വേദി എന്ന നിലക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കുപ്പെട്ടിയുടെ മഹല്ല് കമ്മിറ്റിക്കാർ. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യം ദീർഘായുസ് നൽകട്ടെ. അതുപോലെ കുപ്പെട്ടി റേഞ്ച് പ്രസിഡന്റ് ഉമർ സഖാഫി, അതുപോലെ ഉമറുൽ ഫാറൂഖ് സഖാഫി നെക്കിൽ, അതുപോലെ ഉപ്പിനങ്കടി റേഞ്ച് പ്രസിഡന്റ് DH ഇബ്രാഹിം സാദി നമ്മുടെ വേദിയിലുണ്ട് ഇൻഷാ അള്ളാ. അതുപോലെ നമ്മുടെ ഇവിടുത്തെ മുദരിസ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നു, ബഹുമാനപ്പെട്ട ഇല്യാസ് സഖാഫി ഉസ്താദ് വേദിയിലുണ്ട്, ഇർഷാദ് സഖാഫി ഉസ്താദ്. അതുപോലെ എല്ലാ ആളുകൾക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരുപാട് മഹല്ലുകളിൽ ഖത്തീബായും സദറായും ജോലി ചെയ്യുന്ന ഒരുപാട് പണ്ഡിതന്മാരാണ് ഇവിടെയുള്ളത്. എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാ നമ്മുടെ ഇസ്മായിൽ തങ്ങൾ ഇൻഷാ അള്ളാ ഈ പരിപാടിയുടെ അവസാനത്തിൽ നമ്മൾക്ക് ഇവിടെ എത്തും. ബഹുമാനപ്പെട്ട അതുപോലെ നമ്മുടെ ഇന്നത്തെ ഫിഖ് ക്ലാസ് നടത്താൻ വേണ്ടി ഉടുപ്പി സംയുക്ത ജമാഅത്തിൻ്റെ നായിബ് ഖാദിയായ ബഹുമാനപ്പെട്ട മുള്ളൂർ ഉസ്താദ് ഇവിടെ അല്പനേരം കഴിഞ്ഞാൽ എത്തുന്നതാണ്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യം ദീർഘായുസ് നൽകട്ടെ. ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദിന് വളരെ പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് തങ്ങൾ ഉസ്താദ് ഞങ്ങളോട് അല്പം സംസാരിച്ച് ദുആ ചെയ്ത് പിരിയുന്നതാണ്. ആദരവോടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.